ഇതെന്റെ കഥയാണ്. ഞാൻ നോർമലാണോ അല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ വേണം തീരുമാനിക്കാൻ. പക്ഷെ എനിക്ക് എന്റെ അബി, എന്റെ സീക്രട്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവൻ കൂടെയുള്ളപ്പോൾ എനിക്കതൊന്നും തെറ്റായി തോന്നിയില്ല. പക്ഷെ അവിടെ മറ്റൊരാൾ എന്നെ വെച്ച് പ്ലേ ചെയ്യാൻ തുടങ്ങി. നീ ജനൽ വഴി വന്ന് ജനൽ വഴിയാ പോകുന്നത്. ഇനി ഇതുപോലെ എത്ര ദിവസമാ? നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ലേ? അറിഞ്ഞിട്ടും എന്തിനാ ഇങ്ങനെ? അതെ, എനിക്കറിയാം. നീ ഇപ്പോഴും എന്നെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് നിന്നെപ്പറ്റി ഇപ്പോഴും ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും പറയാത്തത്. അറ്റ്ലീസ്റ്റ് നീ ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ അച്ഛനെ അമ്മയൊന്ന് മീറ്റ് ചെയ്യേ. അവൻ എത്ര നാളായിട്ട് എൻ്റെ കല്യാണത്തിന് വെയിറ്റ് ചെയ്യുക. നിനക്കറിയാമല്ലോ, ഇതൊരിക്കലും സംഭവിക്കില്ല. ഈ സ്നേഹം, അഫെക്ഷൻ, ഇതൊന്നും എന്റെ ജോലിക്ക് ശരിയാവില്ല. അതറിഞ്ഞിട്ടും നീ പറയുന്നല്ലോ. എന്ത് സംഭവിച്ചാലും ശരി, ഇന്ന് നീ അവരെ മീറ്റ് ചെയ്തേ പറ്റൂ. ഞാൻ പ്രോസ്റ്റിറ്റ്യൂട്ട് ഒന്നും അല്ല. നീ ആരും അറിയാതെ ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങാനായിട്ട്. എന്ത് പറ്റി കമ്മു? നീ ആരോടെ സംസാരിക്കുന്നേ? അവിനാഷ് ആണമ്മേ. ഞാൻ അമ്മയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, വാ. അമ്മയെ കണ്ടപ്പോ അവൻ പേടിച്ചു പോയെന്നാ തോന്നുന്നത്. എന്നെ കണ്ട് പേടിച്ചെന്നോ? നീ അവനെ എപ്പോഴാ കണ്ടത് മോളെ? ഞാൻ അവനെ കുറച്ചു നാളായിട്ട് കാണുന്നുണ്ടമ്മേ. നീ എന്താ പറയുന്നേ? ഇങ്ങനെയൊക്കെ ചെയ്താൽ ശരിയാവോ? അവൾക്ക് നമ്മോട് ദേഷ്യം വരില്ലേ? അവൾ അങ്ങനെ ആവുന്നെങ്കിൽ ആവട്ടെ. പക്ഷെ ഈ അഭിനവന്റെ കഥ എന്ത് തന്നെയാണെങ്കിലും എങ്ങനെയും കമ്മുവിന്റെ ലൈഫിൽ നിന്ന് മാറി കിട്ടിയാ മതി. അവൾ ഇവിടെ ഉള്ളപ്പോ നമ്മൾ ചെയ്യുമ്പോ അതത്ര ശരിയായി വരും തോന്നുന്നില്ല. നാളെ ഞാൻ അവളെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. അമ്മൂമ്മയ്ക്ക് അസുഖമാണ്, തീരെ വയ്യെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോവാം. നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് ഒരു കാർപ്പൻറ്ററെ വിളിച്ച് ആ ജനലൊന്ന് അടയ്ക്കാൻ നോക്കൂ. അത് ശരി. അപ്പൊ ഈ ജനലിലാണോ എല്ലാ മാറ്ററും ഉള്ളത്? ബല്ലു, മാഡം പറയൂ. മാഡം, നീ സമയത്തിനനുസരിച്ച് മരുന്ന് കൊടുക്കുന്നില്ലേ കമ്മുവിന്? അതെ മാഡം, ചില സമയത്ത് വേണ്ടാന്ന് പറയും. എന്നാലും ഞാൻ എങ്ങനെയും കൊടുക്കും. ഏതിലാ കൊടുക്കുന്നേ? ജ്യൂസില് അല്ലെങ്കിൽ പാലില്, ചില സമയത്ത് ആഹാരത്തിലും കൊടുക്കാറുണ്ട്. ഇന്ന് ഉച്ചയ്ക്കുള്ള ഡോസ് നീ കൊടുത്തോ? ഇപ്പൊ കൊടുക്കാൻ പോവാന്ന് വിചാരിച്ചിരുന്നതാ. ഇനി എപ്പോ കൊടുക്കാനാ? വൈകുന്നേരോ? ശരി, ഇപ്പൊ തന്നെ കൊടുത്തേക്കാം. മാഡം, ഇന്നാ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ജ്യൂസാ. താങ്ക് യു. എന്തൊരു സ്ത്രീയായത്! ഇവളെ എന്തിനാ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? ഇതൊക്കെ എന്തിനാ ഇവര് ജ്യൂസിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നതെന്നാ മനസ്സിലാവാത്തത്. ഇതാ ഗ്ലാസ്. മാഡത്തിന്റെ മുഖത്തിപ്പോ മീശ മുളച്ചു. ക്ലീൻ ആയോ? ഇല്ല ഇല്ല മാഡം. അപ്പൊ ഒന്ന് ക്ലീൻ ചെയ്തതാ? ഞാനോ? ആ ശരി, ഓക്കെ, ഞാൻ ചെയ്യാം. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു മാഡം. ശരി, ഓക്കെ, ഞാൻ പോവാ. ബബുലു ചേട്ടാ, നിങ്ങൾ പുസ്തകം വായിക്കുവോ? ആക്ച്വലി വായിച്ച് വായിച്ചെന്റെ കണ്ണ് വേദനിക്കുന്നു. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് വായിക്കാതിരിക്കാനും പറ്റുന്നില്ല. പ്ലീസ്. അത് മലയാളത്തിലാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വായിക്കാം. ഇത് മലയാളത്തിലുള്ളത്. അപ്പൊ ശരി, തന്നാട്ടെ.
ഹലോ മൈ ലവ്, ഇവിടെ ഞാൻ എങ്ങനെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുവോ അതുപോലെ നീയും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നെന്നാ തോന്നേ. വാവ്, ഞാൻ നിന്നെയും പ്രതീക്ഷിച്ച് ജനലിൻ്റെ അരികെ കാത്തു നിൽക്കുന്ന സമയം നീ എൻ്റെ മുഖത്ത് നോക്കാതെ നിൽക്കുന്നു. ഇന്ന് നിന്റെ കണ്ണുകൾ അടഞ്ഞിരിക്കാം, പക്ഷേ നിന്റെ കണ്ണ് തുറന്ന് കാണാതെ തന്നെ നിന്റെ സ്നേഹം എനിക്ക് തന്നിരിക്കുക. അങ്ങനെയാണോ? പക്ഷെ നീ നിന്റെ കണ്ണുകൾ പെട്ടെന്ന് തന്നെ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ അവസാനമായി കാണുന്നത് അന്നായിരിക്കും എന്ന് സീക്രട്ട് ഏജന്റ്. എനിക്ക് തോന്നുന്നത് ഇയാൾ ഓവറായിട്ട് സിനിമ കാണുന്ന ആളാണെന്നാ. കൊള്ളാലോ, നീ എത്തിയോ? അതെന്താ, ഞാൻ സംസാരിക്കാനും പാടില്ലേ? ഇന്ന് വേണമെങ്കിൽ നീ പറയുന്നൊക്കെ ഞാൻ അനുസരിക്കും, പക്ഷെ ഇതിനു ശേഷം നീ പറയുന്ന ഒന്നും ഞാൻ അനുസരിക്കില്ല. എന്തെങ്കിലും കണ്ടീഷൻ ഇട്ട് കൊന്നുകളയും, മനസ്സിലായോ? എനിക്ക് നന്നായിട്ടറിയാം നിനക്ക് എന്നെക്കാളും എൻ്റെ ഈ സ്ഥലമാണ് കൂടുതൽ ഇഷ്ടമെന്നറിയാം. പക്ഷെ പ്ലീസ് ഇന്നെങ്കിലും അച്ഛനോടും അമ്മയോടും വന്ന് സംസാരിക്കേ. എൻ്റെ അച്ഛനോടും അമ്മയോടും ഒന്ന് സംസാരിക്കേ പ്ലീസ്. നീ സംസാരിക്കില്ലേ? നീ എന്താ സംസാരിക്കാത്തെ? എൻ്റെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായും സമ്മതിക്കും. പ്ലീസ് എൻ്റെ അച്ഛനോടും അമ്മയോടും വന്ന് സംസാരിക്കേ. അതിനുശേഷം എന്താണെന്നറിയില്ല, അവൻ എന്നെ കാണാൻ വരുന്നതിനെ അവോയ്ഡ് ചെയ്തു. ഞാൻ ഓരോ മിനിറ്റും അത് ആലോചിച്ച് വിഷമിച്ചു. ഞാൻ എന്തിനു വേണ്ടി അവനോട് അച്ഛനെയും അമ്മയും വന്ന് കാണുന്നു പറയുന്നത്? ഞാൻ അവനോട് അങ്ങനെ പറയാതിരുന്നെങ്കിൽ അവൻ ഒരിക്കലും എന്നോട് ദേഷ്യപ്പെടില്ലായിരുന്നു. അതേസമയം ഒരു ദിവസം ഞാൻ മുത്തശ്ശിയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഞാനൊരു കാര്യം കണ്ടു. എൻ്റെ മുറിയുടെ ജനലുകളെല്ലാം അടഞ്ഞു കിടക്കുകയായിരുന്നു. അതുവഴിയായിരുന്നു അഭിനവ് എന്നെ മീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഓരോ മിനിറ്റും ആലോചിച്ചുകൊണ്ടിരിക്കും, ഈ സമയം അഭിനവ് എന്ത് ചെയ്യായിരിക്കും? വാ മോളെ. അമ്മേ, ഇന്ന് ഡിന്നറിന് എന്താ? നിനക്ക് വേണ്ടത് പറഞ്ഞോ, ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കി തരാം. നിനക്ക് എന്ത് വേണമെന്ന് പറ, അത് ഞാൻ ഇപ്പോൾ തന്നെ കൊണ്ടുവരാം. ശരി അച്ഛാ. ഞാനും വന്നോട്ടെ നിങ്ങളുടെ ഒപ്പം? ശരി. ബല്ലു, പറഞ്ഞോട്ടെ സാറേ. വീട്ടു സാധനങ്ങൾ ലിസ്റ്റ് വേഗം കൊണ്ടുപോവാ. ആ ശരി. ദായത്തി ഇന്നാ പോവാ. കൃത്യസമയം എത്തിയെന്നാ തോന്നുന്നത്. ഇതൊരു നല്ല സന്ദർഭമാണ്. പക്ഷേ ഇവളെങ്ങാനും ദേഷ്യം പിടിച്ചാലേ അത് കൂടുതൽ പ്രശ്നമാവും. നല്ല കാര്യം, നീ എത്തിയല്ലോ. എന്നോട് ക്ഷമിക്കണം. ഇനി ഞാൻ നിന്നോട് ഒരിക്കലും പിടിവാശി കാണിക്കില്ല. ഇറ്റ്സ് ഓക്കെ. ശരി, ഈ കാര്യം പറ. ഞാനിവിടെ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാം? നീ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഐ ലവ് യു, എൻ്റെ സീക്രട്ട് ഏജന്റ്. ഒരിക്കലും എന്നെ മറക്കരുത് കേട്ടോ. മാഡം, ഡിന്നർ റെഡിയായി. ഞാൻ എൻ്റെ അബിയുടെ കൂടെ ബാത്റൂമിലായിരുന്നല്ലോ. ഇതെങ്ങനെ? അവനൊരു സീക്രട്ട് ഏജന്റ് അല്ലേ, അവനെ കൊണ്ട് എപ്പോ വേണമെങ്കിലും എന്തും ചെയ്യാൻ കഴിയും. ഇവളെ കാണുമ്പോൾ തന്നെ എൻ്റെ ശരീരത്തിനുള്ളിൽ ഏതോ കൊടുങ്കാറ്റടിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ഇപ്പോഴാണെങ്കിൽ
ആ ജനലും ക്ലോസ് ചെയ്തിരിക്കുക. എന്തെങ്കിലും ഒന്ന് ആലോചിച്ചേ മതിയാകൂ. നീ വന്നോ? ഇപ്രാവശ്യമെങ്കിലും നിന്റെ മുഖം ഒന്ന് കാണിക്കേ. മുഖം കണ്ട് സ്നേഹിക്കാൻ ഒരിക്കലും പാടില്ല. അകത്തുള്ള മനസ്സ് വേണം നമ്മൾ കാണാൻ. നീ ഒരിക്കലും മാറില്ലല്ലേ? എന്ത് ചെയ്യാനാ, നീ അത്രയ്ക്ക് സുന്ദരിയായി പോയില്ലേ. നിന്നെ എപ്പോഴൊക്കെ കാണുന്നോ അപ്പോഴെല്ലാം മനസ്സിൽ എന്തൊക്കെയോ ഫീലിംഗ്. അങ്ങനെ നിനക്കുള്ള എന്താ സംഭവിക്കുന്നേ? നിന്റെ യുവത്വം കാണുമ്പോ എനിക്ക് എന്തൊക്കെയോ ചെയ്യണമെന്ന് തോന്നുന്നു. ഇത്രയും നാൾ എവിടെയായിരുന്നു? ഞാൻ വീട്ടിലുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ വരുമ്പോ ജനൽ അടച്ചിരുന്നു. മുന്നിൽ കൂടെ വരുന്നത് റിസ്ക് അല്ലേ? ഈ ജനൽ എന്റെ പ്രേമത്തിനൊരു വലിയ തടസ്സമാണല്ലോ. എടാ ബല്ലു, സാറേ, റൂമിൽ ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ടാ വീടിന്റെ ടെറസിൽ പോയി ഇരിക്കാന്ന് കരുതി. ശരിയാ, ഇന്ന് നല്ല ചൂടാണ്. ശരി, നീ ഒരു കാര്യം ചെയ്യ്, ആ ഹോളിലെ സോഫയിൽ പോയി നീ കിടന്നോ. ശരി സാറേ. ബാ പോവാ. യെസ്, ഇതേ എത്തിക്കഴിഞ്ഞു. നീ എന്തായി ചെയ്തോണ്ടിരിക്കുന്നേ? നിനക്കെന്താ ഭ്രാന്തായോ? അതെ, എനിക്ക് ഭ്രാന്താണ്. അവനോ തീർച്ചയായും ഇങ്ങോട്ട് വരണം. എന്തിനാ ഞങ്ങളെ രണ്ടുപേരെ അകറ്റാണോ നമ്മ വിചാരിക്കുന്നത്? മാറി നിൽക്കേ, പോ. നിനക്കെന്താ പറഞ്ഞേ മനസ്സിലാവില്ലേ? പുറത്ത് ആരുമില്ല, നോക്ക്. ദിവസം തോറും ഭ്രാന്ത് കൂടാണോ? ഞാൻ അവന്റെ ശബ്ദം കേട്ടു. അവൻ പുറത്തു തന്നെയുണ്ട്. അമ്മയ്ക്ക് അവൻ ഇഷ്ടമില്ലാത്തത് കാരണം കല്യാണത്തിന് മുമ്പ് എന്റെ ബെഡ് അവൻ ഷെയർ ചെയ്തു. അങ്ങനെ ഒന്നുമില്ല, ഇതൊക്കെ നിനക്ക് തോന്നുന്നതാണ്. പുറത്ത് ആരെങ്കിലും ഉണ്ടോ നോക്ക്. ഞങ്ങളെ രണ്ടുപേരും പിരിക്കാൻ വേണ്ടിയല്ലേ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മ ഞങ്ങളുടെ ശത്രുവായി മാറിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ എന്റെ വിചാരമാണെങ്കിൽ പിന്നെ ഇതെന്താ? ഈ ലെറ്ററോ, പിന്നെ ഈ കർച്ചീഫ്, ഇതൊക്കെ ആരും എന്റെ കയ്യിൽ തന്നത്? ഇനിയെങ്കിലും പറ. കത്തോ, മാസ്കോ, ഇതൊക്കെ എവിടുന്ന് വന്നു? എന്താ പറ്റിയേ? അച്ഛാ, 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 ഞാൻ കണ്ടില്ല അച്ഛാ. അമ്മ ആരോ കൊന്നിരിക്കുക. മോളെ, അപ്പോ നീ എവിടെയായിരുന്നു? ഞാൻ എവിടെയായിരുന്നു? ഞാൻ അഭിനവിന്റെ കൂടെ സിനിമ കാണുമായിരുന്നു. മോളെ, നീ അമ്മയോട് വഴക്കൊല കൂടിയായിരുന്നോ? അതെ, വഴക്കിട്ടിരുന്നു. പക്ഷെ എന്തിനാ വഴക്കുണ്ടാക്കിയെന്ന് ഓർമ്മയില്ല അച്ഛാ. അച്ഛാ, പേടിക്കണ്ട മോളെ, ഞാനില്ലേ എല്ലാത്തിനും. അമ്മയുടെ മരണശേഷം അച്ഛൻ കുറച്ചായിട്ട് വീക്കായിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന് അതൊരു ഷോക്കായിരുന്നു. പിന്നെ ഞാൻ നിർബന്ധിച്ച് അച്ഛനെ കൊണ്ട് ജനൽ തുറക്കിപ്പിച്ചു. ഞാൻ അതിനരികിൽ നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് എന്തെങ്കിലും ഒരു ദിവസം എൻ്റെ അഭിനവ് വരുമെന്ന്. പക്ഷെ പലപ്പോഴും ആലോചിക്കാറുണ്ട്
അഭിനവ് ഏതെങ്കിലും മിഷന് പോയിരിക്കാണോന്ന്, അല്ലെങ്കിൽ വിദേശത്ത് പോയിരിക്കാണോന്ന്. ഹലോ സ്വീറ്റ് ഹാർട്ട്. അബി, നിനക്ക് വേണ്ടി എത്ര നാളായിട്ട് കാത്തിരിക്കും. നീ എവിടെ പോയിരുന്നു? അതെന്താ? എന്താണെന്നോ? കാരണം നിന്റെ ലവ് ഞാൻ മിസ് ചെയ്തു. എന്റെ ലവ് മിസ് ചെയ്തോ അതോ വേറെന്തെങ്കിലും മിസ് ചെയ്തോ? എനിക്ക് തോന്നുന്നു നീ കുറെ മിഷനിൽ പങ്കെടുത്ത് നിന്റെ ബുദ്ധിയൊക്കെ മരവിച്ചു പോയെന്ന്. നീയാണോ ഒരു സീക്രട്ട് ഏജന്റ്? എന്ത് ചെയ്യാനാ, എന്റെ ജോലിയുടെ ഭാഗമായിട്ട് ആരുടെയെങ്കിലും കൂടെ ബെഡ് ഷെയർ ചെയ്യണമല്ലോ. പക്ഷെ എന്റെ ലവറിന് വേറെന്തിലോ വലിയ താല്പര്യമാണെന്ന് തോന്നുന്നു. അതെയോ? ഉം. അത്രയ്ക്ക് ക്രേസ് ആണെങ്കിൽ പിന്നെ എന്റെ അടുത്തൊന്നും എന്തിനാ മറഞ്ഞു പോയത്? എന്ത് ചെയ്യാനാ, എന്റെ സീക്രട്ട് മിഷനേക്കാൾ ഈ ലവ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഐ ലവ് യു ഏജന്റ്. ഇനിയും എന്നെ വിട്ടു പോകരുത് കേട്ടോ. ഐ ലവ് യു ഏജന്റ്. നീ വളരെ നന്നായിട്ടാ ചെയ്യുന്നേ. നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല. I love you, agent. ഹലോ ഡോക്ടർ. അവൻ മാത്രമായിരിക്കും. അവൻ വല്ലാത്തൊരു ക്യാരക്ടറാണ്. ഡോക്ടർ, ഇത് ശരിയാവാൻ വേണ്ടി എത്ര നാളെടുക്കും? ഓക്കെ ഡോക്ടർ, ബൈ. എന്നാ ശരി. നിനക്ക് നീതി ഞാൻ വാങ്ങിത്തന്നാൽ എൻ്റെ മകളുടെ ഭാവി ജീവിതം അവതാളത്തിലാവും. നിനക്കറിയാലോ, ഇവളുടെ അവസ്ഥ അറിഞ്ഞ ആര് വന്നാലും ഇവൾ അഡ്വാൻറ്റേജായി എടുത്തിരിക്കും. ബബിള് ചെയ്യുന്നത് പോലെ. നിന്നെ ഞാൻ എത്രത്തോളം വിശ്വസിച്ചതാണെന്നറിയൂ. പക്ഷേ നീ എന്താ ചെയ്തു വെച്ചേ? എൻ്റെ മകളാണെന്നുള്ള പേടി പോലും നിനക്കില്ലേ? സാറേ, ഞാൻ അറിയാതെ എന്തോ തെറ്റ് ചെയ്തു പോയി. സോറി സാർ, എന്നെ വെറുതെ വിടണം സാർ. പന്നെ, നീ എന്താ ക്ഷമ ചോദിക്കുന്നു? അവളുടെ അവസ്ഥ മുതലാക്കിയെടുത്തിട്ട് നീ ഇപ്പൊ ക്ഷമ ചോദിക്കുന്നു? അവളുടെ ജീവിതത്തെ നശിപ്പിച്ചിട്ട് അവളുടെ എല്ലാം നീ കവർന്നെടുത്തില്ലേ? എല്ലാ വൃത്തികേടുകളും കാട്ടിക്കൂട്ടിയിട്ട് ക്ഷമ ചോദിക്കുന്നു. ഇതിനെല്ലാം നിന്നോട് ഞാൻ ക്ഷമിക്കണമെന്നാണോ? പറ. സാർ വേണ്ട സാർ, എന്നോട് ക്ഷമിക്കണം സാർ, വിട്ടേക്ക് സാർ. നീ ക്ഷമയെന്ന വാക്ക് പോലും അർഹിക്കുന്നില്ല.